ആടുള്ള പൊമ്പിള്ളേരിൽ എങ്ങനെയുണ്ട്? വീഴ്ത്ത പോലത്തെ മനുഷ്യന്മാരനാടി എക്സ്ട്രാ കൊമ്പും നേറ്റൊന്നും ഇല്ല. സുന്ദരി പെണ്ണാണ് പറയുമ്പോ കല്യാണത്തി ആടെ കക്കൂസൊന്നും ഇല്ല കേട്ടാ. കക്കൂസ് ഇല്ലാണ്ട് എങ്ങനെയാന്ന് അതെല്ലാം ഓർ അഡ്ജസ്റ്റ് ചെയ്തോളൂ. നിങ്ങൾ വെറുതെ ബേജാറാവണ്ടപ്പാ. ബബിതേ പെണ്ണ് എം എ വരെ പഠിച്ചതാട്ടാ. നമ്മളെ ബ്രിഗേഷു എം എ അല്ലേ. എം എ എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ. ഇവിടെ 10ാം ക്ലാസ് അടിക്കാൻ പെട്ട പാടെ എനിക്കേ അറിയൂ. വീടല്ലേ 10 തോറ്റ്. ആടെ എം എ പറഞ്ഞിട്ട് ഒരു വില ഉണ്ടായിനി. പിന്നെ എനക്കൊരു വില കുറണ്ടാവട്ട് ഞാനും പറഞ്ഞു അമ്മയെന്ന്. സ്പോട്ട് 2 പഴംപൊരി. ഡബിൾ അമ്മ എന്ന് പറയുന്നു. 4 കിട്ടിയ 16-ാം തീയതി കഴിഞ്ഞ വരും കേട്ടാ. ഇങ്ങളായിട്ട് എന്നെ കൊളാക്കാൻ നിക്കണ്ട. അച്ഛാ നമുക്ക് അങ്ങ് സെറ്റ് ആയി കളയാട്ടാ. 40-40 വയസ്സായില്ലേ ഓന്. ഇനി ഓനെന്തിനും ഒരു കല്യാണം, അതും മഞ്ഞനാട്ടിന്ന് ഈ ഇനി ഒന്നും പൊരി കയറ്റാൻ പറ്റൂലപ്പോ. നമ്മളെ നാട്ടിലുള്ള പെണ്ണാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായ പാർട്ടിക്ക് ഇടപെടേനു. കുടയിൽ എല്ലാ പൊരിയിലും തോക്കുണ്ടെന്ന് അളിയാ മുറി കഴിഞ്ഞിരുന്ന കാര്യം പറയും. നിങ്ങൾ മുറിവഞ്ഞു കൊടുക്കുന്നത് പെയിന്റ് അടി ശരിയാക്കാനുള്ളതാ. ചൊറിഞ്ഞോണ്ട് അളിയ വാ, ഒരുപാട് പൈസ സെറ്റാക്കാനുള്ളതാ. സുന്ദരനാക്കി തരാട്ടോ. ബബിതേ ഇത് എനിക്കുള്ളതാ. എന്നാലും എൻ്റെ മോനെ എനിക്കൊരു പെണ്ണ് കെട്ടാൻ വേണ്ടി ഇനി അങ്ങ് കൊടുവ് വരെ പോണ്ടി വന്നില്ലേ. ഓ എനിക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ എനിക്ക് എന്തേലും ഞാൻ കല്യാണം കഴിച്ചു തരുവേനു. വല്ലാണ്ട് അങ്ങ് തിടകല്ലേ. ഞാൻ നിങ്ങളെ ആങ്ങളേൻ്റെ മോളെ ചോദിച്ചപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ പുളുത്തൂന്നല്ലേ പറഞ്ഞേ. എനിക്ക് കൊടകമായി. ഞാനെന്ത് പറഞ്ഞു? സങ്കടം കൊണ്ടാ അമ്മായി. അച്ഛൻ എവിടെയാ? ಚೆನ್ನಾಗಿದ್ರಾ? കാല് പിടിക്കാൻ അവസാന നിമിഷത്തിൽ അങ്ങനെ പറഞ്ഞു. അതെന്തായാലും ഒന്ന് സെറ്റാക്കി തരണം നിങ്ങള്. ಬ್ಯಾಕ್ ಸೈಡ್ ಅಲ್ಲಿರೋ ಫ್ರೆಂಡ್ಸ್ ಎಲ್ಲ ನಮ್ಮ ಮನೆಯಲ್ಲ ಬಂದವರಾ? ഓനാണ് പോയി കൊടുക്കുന്നത്. ഒരു പൈസ അറിയിച്ചേ ആളല്ലേ. ഒരു മിനിറ്റ് ഓനാ പണിനെ മറിച്ചിട്ട്. എടാ എന്തോ പറയുന്നു. ഹായ് ഹായ്, ಚೆನ್ನಾಗಿದ್ದೀಯಾ? നിന്റെ കാർ എടുത്തുന്നാ ചോദിക്കുന്നത്. കാർ ഇവനാ. അത് തിമ്മപ്പമുള്ളവന്റെ ഫോട്ടോ എടുത്തേ കാറിന്റെ മുകളിലുള്ള ആ ഫോട്ടോ വെച്ചിട്ട് ഒരു കച്ചവടം ഉറപ്പിച്ചിട്ടുണ്ടാവുക. ഇവർ അതെ 10 പൈസ ഓൻ്റെ അടുത്ത് എടുക്കാനില്ല. പറയാൻ്റെ കുറച്ചും കൂടെ എപ്പോഴും പറയണ്ടല്ലേ. പിന്നെ വിളിക്കാം. എന്ത് കാറെങ്കിൽ കാറ് നടന്നാൽ മതിയെന്നു. ഈ നാട്ടില് ഇങ്ങനെ കൊടകുന്നൊരു കല്യാണം ഇതാദ്യമായിട്ടാ. നിങ്ങളെ നാട്ടിലെ രീതിയൊക്കെ ഒന്ന് പറ. പെണ്ണിനെ നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്കൊരു എഗ്രിമെന്റ് വേണം. അതിന് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. അതിന്റെ കണക്കുകൾ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണം. അതെല്ലാം നമ്മൾ ബ്രിഗേഡ്സിനോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നാട്ടില് ഒരു തനതായ സംസ്കാരമുണ്ട്, ഒരു തനതായ രീതിയുണ്ട്. അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം എഗ്രിമെന്റ് ഉണ്ടാക്കാനും മുമ്പോട്ട് പോകാനും. എല്ലാം ഓക്കെ. എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് ചേച്ചി അതെവിടെ ബ്രോക്കർ പറഞ്ഞ് റെഡിയാക്കി വെച്ചാ അതൊന്ന് വായിക്കാം. മലയാളത്തിലും കന്നഡയിലുണ്ട്. മലയാളത്തിൽ വായിക്കും. മേമുണ്ട് അംശം ചാത്തോതി ദേശം വാണംപറമ്പിൽ നാണുമകൻ ബ്രിഗേഷും കുടക് ബോണിക്കുപ്പ SR ഹജ്ജ് നഗർ സോമപ്പ കാവേരി തമ്മിൽ നടത്തുന്ന കല്യാണത്തിന് സ്ഥലം പാർട്ടി സെക്രട്ടറി വനജയുടെ മുഖതാവിൽ ബന്ധപ്പെട്ടവർ ഒപ്പുവെക്കുന്നതാണ്. എല്ലാവർക്കും കേൾക്കാനല്ല. തീരുമാനിച്ചുറപ്പിക്കപ്പെട്ട ബ്രോക്കർ ചാർജ് 1 ലക്ഷം രൂപയുടെ പകുതി കല്യാണം ഉറപ്പു നൽകുന്നെന്നും ബാക്കി പകുതി കല്യാണ തലേന്നും ബ്രോക്കർമാരെ ഏൽപ്പിക്കേണ്ടതാണ്. വധുവിന് കല്യാണം ഇത് ഇവിടെ ഉറപ്പിച്ചു പോയിനെ. 1 ലക്ഷം രൂപയും പൂ മോഡൽ കുറച്ച് നീട്ടിയിട്ടാണ്. കക്കൂസ് എടുക്കാനുള്ള ചാർജും വല്ല മാറ്റം ഉണ്ടെങ്കിൽ ആടേക്ക് വിളിക്കാം. 1.5 ലക്ഷമാണ് നമ്മുടെ കൂലി, അറിയാലോ. അത് മറക്കണ്ട. കല്യാണം ഉറപ്പ് നൽകി 1 മാസത്തിനുള്ളിൽ പൂമൂടൽ ചടങ്ങ് നടത്തപ്പെടുകയും അവിടെ നിന്നൊരു മാസത്തിനുള്ളിൽ ഭഗവാന്റെ പേര് ഞാൻ കാത്തിക്കണ്ടാണ്. 5000 റുപ്യ അധികം കിട്ടിയ ഊറോളെ വേറെ ആർക്കെങ്കിലും മാർക്ക് എനക്കാതെ തോന്നുന്നു. എന്താ മത്തി കച്ചവടം? പൂമൂടലിനുള്ള 8 തേങ്ങ ഒഴികെ ബാക്കിയെല്ലാം ബ്രോക്കർ തിമ്മപ്പയുടെ നേതൃത്വത്തിൽ ഇവിടെ നിന്നും കൊടുക്കപ്പെടുന്നതാണ്. സൈൻ ചെയ്യേണ്ട ആളെ പേര് ഞാൻ ഇവിടുന്ന് വിളിച്ചു പറയാം. ഒന്ന് ഓരോരുത്തരായിട്ട് വന്ന് ഒപ്പിട്ട് സോമപ്പ എച്ചക്കിരട്ടി, രാജു എച്ചക്കിരട്ടി, ബ്രോക്കർ തിമ്മപ്പ. ഒന്നിങ്ങ് മുന്നോട്ട് അതിന് ഒപ്പിട്ടാന്നേക്ക്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒപ്പിട്ടോട്ടെ. എന്തായി?
പാല് വാങ്ങിക്കില്ല വനജേ. മറിയമ്മ എന്താ കുന്തം പോലെ നോക്കി നിൽക്കുന്നേ? പോയി ആടിനെ കറന്നോളി. ആട്ടിന്റെ കറവ് വരിട്ട് 6 മാസമായി വനജേ. എന്നാ ഇനി പോയി വാങ്ങിക്കൊണ്ടിരി. ഞാൻ പോകൂലേ, എനിക്കിത് കാണണ്ടേ. ഇതെന്ത് കാണാനാ? എന്താ പാർട്ടി സമ്മേളന? ഒരു പാലിന്റെ കാര്യത്തിലും ആരും നമ്മെ തോപ്പിക്കാന്ന് വിചാരിക്കണ്ട. കട്ടൻ ചായ കൊടുത്തോളി. അതാ നമ്മളെ സംസ്കാരം. ആ ചേച്ചി ഞാള് ചെറുത് കണ്ടോ അടിക്കുന്നുണ്ടേ. കുടിച്ചു കളിക്കാൻ നേരം കാലം ഇല്ലല്ലോ. രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ നേരവും കാലം നമ്മൾ പറയുന്നല്ലേ. മത്തി കറി വെച്ച് കൂട്ടിക്കോ. പോത്ത് കത്ത് കെട്ടല്ലേ. നല്ല ഉപമ. എല്ലാം റെഡിയല്ലേ? എല്ലാം റെഡിയാ. ഫോണില് ചേച്ചിനോട് പറയാം. ചേച്ചി ബ്രിഗേഷിന്റെ പെണ്ണാന്ന് വീഡിയോ കോള്. അതാ ഒരെണ്ണം വേണം. ഹായ്. മേഹും വനജാഹും. ಹಿಂದಿ ಅಲ್ಲ ಕನ್ನಡಲ್ಲೇ. ಇವರು ನಮ್ಮ ಪಾರ್ಟಿ ಸೆಕ್ರೆಟರಿ. LDF. നാം എത്ര കഷ്ടപ്പാട് കെടുത്തു. ഓളെ കഷ്ടപ്പാട് തീരുമല്ലോ നമ്മളെ പൈസ കൊടുത്തിനല്ലോ. ലാൽ സലാം. ആ ലാൽ സലാം. ഏടത്തി മതിയാക്കടാ. ദേ ഇങ്ങടെ മരുമോളാ. എടെ കാണട്ടെ. കാണുന്നില്ല വനജ, ഒരു കറുപ്പ്. പിടിച്ചോ. നോക്കട്ടെ. മോനെ ആരെയാ നീ കണ്ടുപിടിച്ചേ? വനജേ ഇപ്പണ്ട് വേണ്ട. ഇവളും എല്ലാം ഒരാട്ടിയൊക്കെ പണിയാ. ഇങ്ങനൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്ന നാട്ടുകാരുടെ പോന്ന് നോക്കട്ടെ. ഞാൻ കേട്ടൂല, ഈ കൊലയിൽ ഞാൻ കേട്ടൂല. എന്റെ ജീവൻ പോയാലും കാണാൻ കിട്ടൂലെ. എന്ത് നട കാണുന്നത്? അമ്മ ഇത് നൈറ്റ് ഡ്രസ് അല്ലേ? എന്തോലൊക്കെ ആയാലും ഈ പെണ്ണിനെ എനിക്ക് വേണ്ട. ഞാനല്ലേ ആയിരിക്കണ്ടേ? സ്വന്തം ഒന്നുമല്ല മുടക്കാൻ ഞാൻ എന്താക്കും? എനിക്ക് ആരും വേണ്ട. പോടാ. ഒരു ജട്ടിയിട്ട പെണ്ണെ കൊണ്ട് വന്നിരിക്കുന്നു. ജട്ടിയിട്ട പെണ്ണെ കൊണ്ട് വന്നിരിക്കുന്നു. അങ്ങനെ അതും പേടി ആയിഷ. എൻ്റെ അമ്മയ്ക്ക് ഷഡ്ഡിയിട്ട പെണ്ണുങ്ങളെ പറ്റൂല. എൻ്റെ ഉമ്മ, എൻ്റെ മറിയമ്മ എടുത്തു നിന്ന പൈസ മൊത്തം പോയി. പൈസ പോട്ടടി. ഒരു ഈർക്കിലി കമ്പയില് സാരി ചുറ്റിയ പെണ്ണിനെങ്കിലും എനിക്ക് തന്നൂടെ ആയിഷ? ഞാൻ അത്രയ്ക്ക് മോശ. മോനെ ബ്രിഗേഷേ, എനിക്ക് കിഴങ്ങ് പുഴുങ്ങിയ വേണ മോനെ. വേണ്ട മറിയമ്മ, എല്ലാം പോയി മറിയമ്മ. നിങ്ങളല്ലേ എനിക്ക് തുപ്പി കളിക്കാൻ കോളാമ്പ് കിട്ടിയെന്ന് പറഞ്ഞ. എന്തിനാടാ നീ പൈകാര്യം പോലെ കരയുന്നേ? അത്ര മുട്ടുണ്ടെങ്കിൽ വായത്തട വെട്ടിക്കോടാ. കഴുത കരഞ്ഞത് കേൾക്കും. നീ കഴുത കുടിച്ചു പോയി ചാവടാ. അളിയാ കള്ള ആളത്തിൽ ഒളിച്ചിക്കാണ്ട് വാടാ. വെള്ളിപ്പുറത്തിലളിയ ശ്രീനാഥ് ഞാൻ സ്നേഹിച്ചല്ലേ. തൊട്ട കൈ വിട്ടു. ആകെ ഒരു പെട്ടു. അച്ചുട്ടി ഇരായിക്ക് വന്നിട്ടാ? ആ രണ്ടാളും ഉണ്ടല്ല. എന്താ ബിരിയാണി
ചിക്കനുണ്ടോ? ദുബായ് പോക്കറെ വീട്ടിലെ മംഗലത്തിന് പൊലച്ചക്ക് വെച്ച ചോറ ഇഞ്ഞായിട്ടത് വേസ്റ്റ് ആക്കണം. ഒന്ന് പോയിക്കോട് പാപ്പാ. നിങ്ങളാരാ മമ്പറും തങ്ങളോ? ദാനധർമ്മി വന്നിക്ക്. ആ എനിക്ക് നല്ല കഞ്ഞിയും ചമ്മന്തിയും തന്നെയാ. അയച്ചുട്ടി അതിൻ്റെ നൂല് പൊട്ടി. ഈ ഏട് നടാൻ എന്താ ഹൗസിനടിച്ച റമ്മ കെട്ടിക്കോളും. എന്ത് വാങ്ങാത്തില്ല കേട്ടോ. ഫോണും പോയാൽ മതി. എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ തീരുള്ളൂ. ഇനി എൻ്റെ അവസാനത്തെ ഐഡിയ എനിക്ക് പറഞ്ഞുതരാം. ബ്രിഗേഷേ, എൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടാ പ്രേമിച്ച് സെറ്റാക്കാൻ പറ്റി? എനിക്ക് പ്രേമം എനക്കാവുകയല്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയുടെ പ്രേമം തോന്നിയിട്ടുള്ളൂ. ഒരേ ഒരു പെൺകുട്ടിയുടെ. നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് അവളോട് ആദ്യമായിട്ട് ഇഷ്ടം തോന്നി. അന്ന് അവള് 10ാം ക്ലാസ്സിലാ. അന്ന് എനിക്ക് ഇഷ്ടം കൂടിയപ്പം ഓളെ കൈ ഞാൻ കടിച്ച് മുറിച്ചിട്ടുണ്ട്. മുത്തപ്പൻ കാവി പയങ്കുറ്റി കഴിഞ്ഞ് വരുമ്പം വരമ്പത്ത് കയറി നിന്ന് ഓളെ മേലെ ഞാൻ മൂത്രമൊഴിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാ മോനെ, ഞങ്ങളോട് പറയാതെ എൻ്റെ കുഞ്ഞു ഹൃദയത്തിൽ എന്തെല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് പറയണ. ഓളോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു. എന്നിട്ടെന്താ ഇനി കേട്ടാണ്ടെന്ന്? കെട്ടിച്ച് തരൂലളിയാ. ഓളെ കെട്ടിയതുവരെ കഴിഞ്ഞില്ല. ഓള് സർക്കാർ ഉദ്യോഗസ്ഥനെ വെയിറ്റ് ചെയ്തിരിക്കുക. പാവം, ഓളിപ്പോ റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ കല്യാണം കഴിക്കാൻ വരണം. ഓളുടെ ഏട്ടൻ ഹിറ്റ്ലറാ. ഹിറ്റ്ലർ മാധവൻകുട്ടി. 5 പെൺകുട്ടികളാ. മൂത്ത പെണ്ണ ഓള്. വാടക വീട്ടിലാ താമസം. നിങ്ങൾ എൻ്റെ കൂടെ നിന്നാ ഞാൻ റെഡി. വാ, ഇപ്പൊ തന്നെ നല്ല സമയം. ഈ പാതിരത്തി കാണാ പെണ്ണന്വേഷിച്ച് പോകുന്നത്. അളിയാ, ഓളെ പേരെന്താ അളിയാ? സുലു 10th T.